നമുക്കൊരു കഥയിലേക്ക് പോയാലോ? കഥയല്ലിത്, ജീവിതമാണ്. പണ്ടൊരിക്കൽ 1940-45 വരെ കേരളത്തിൽ നല്ല പട്ടിണിയായിരുന്നു. കേരളത്തിലെ 50% ജനങ്ങൾക്കും 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതി അന്നുണ്ടായിരുന്നില്ല. കഞ്ഞി, ചമ്മന്തി, ഉണക്കമീൻ ചുട്ടത്, ചക്കക്കുരുവും മുരിങ്ങക്കായും, കപ്പളങ്ങ, കപ്പ, കാച്ചില്, ചേന, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ ഭക്ഷണങ്ങൾ. കഞ്ഞി പോലും വയറു നിറച്ച് കിട്ടില്ല. എന്തിനേറെ പറയുന്നു, വാഴപ്പിണ്ടിയും വാഴക്കന്നും വരെ വിശപ്പിന് തിന്നിരുന്ന കാലമായിരുന്നത്. 1950 മുതൽ കേരളീയർ പുറത്തേക്ക് പോയി തുടങ്ങി. ആദ്യം തമിഴ്നാട്, പിന്നെ ബോംബെ, ദില്ലി, ഗുജറാത്ത്, ഹരിയാന. കച്ചവടവും തൊഴിലുമായി അങ്ങനെ കേരളീയർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തുടർന്നു. 3-4 ദിവസം യാത്ര ചെയ്ത് നേഴ്സുമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ പലായനം കേരളീയരുടെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും ജീവിത നിലവാരത്തിനും കുറച്ചൊക്കെ ആശ്വാസമായി എന്ന് തന്നെ പറയാം. 1975 ഗൾഫ് കുടിയേറ്റം ശക്തി പ്രാപിച്ചു. പിന്നീട് നാം കാണുന്നത് കേരളത്തിന്റെയും കേരളീയരുടെയും മാറുന്ന ഒരു മുഖം തന്നെയാണ്, ഒരു ഉയർച്ച തന്നെയാണ്. പട്ടിണി മാറി, ഓലപ്പുരകളും ഓടിട്ട പുരകളും അപ്രത്യക്ഷമായി, പേക്കോലം മാറി, കേരളമൊന്ന് തുടുത്തു തുടങ്ങി. ഗൾഫ് പണം സർക്കാരിനും നേട്ടമായി. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. 90കളുടെ അവസാനത്തോടെ യൂറോപ്യൻ കുടിയേറ്റവും ശക്തി പ്രാപിച്ചു. ഓരോ വീടുകളിലും അതിന്റെ മാറ്റങ്ങൾ പ്രകടമായി. അതുവഴി ഓരോ മനുഷ്യരിലും നാട്ടിലും ഉയർച്ചയുണ്ടായി. ഒരു കാലത്ത് മദ്രാസി എന്ന വിളി കേൾക്കാത്ത പ്രവാസി ഉണ്ടാകില്ല. കേരളം ഇവിടം വരെ എത്തിയത് ചുരുക്കി 4 വാക്കിൽ പറഞ്ഞതാണേ. പറഞ്ഞു വന്നത് ഇതാണ്: ഓരോ മലയാളിയും നാടുവിട്ട് തെണ്ടിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളം. വന്ന വഴി നമുക്ക് മറക്കാതിരിക്കാം. നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാ. നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട്. ഇവിടെ നമ്മളിൽ ഓരോരുത്തരുമാണ് രാജാക്കന്മാർ. എൻ്റെ കേരളം, നമ്മുടെ കേരളം എത്ര സുന്ദരമാണല്ലേ!